ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ തിരുവിതാംകൂർ ഭരണാധികാരികളെയാണ് പഠിച്ചു വന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആയില്യം തിരുനാളിനെ കുറിച്ചാണ്. പഠിക്കാം. 1860 മുതൽ 1880 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. തിരുവിതാംകൂറിന് ഒരു മാതൃകാ രാജ്യം എന്ന പദവി നേടിക്കൊടുത്ത അദ്ദേഹമാണ്. എന്നാൽ സ്വാതിരുനാളിൻ്റെ കാലത്താണ് ഇതിന് തുടക്കമിട്ടത്. കാരണം സുവർണ്ണ കാലഘട്ടം എന്നൊക്കെയാണല്ലോ സ്വാതിരുനാളിൻ്റെ കാലഘട്ടം അറിയപ്പെട്ടിരുന്നത്. അതുപോലെ 1865 പണ്ടാരപ്പാട്ട വിളംബരം, അതായത് തിരുവിതാംകൂറിൻ്റെ മഗ്ന കർഷകരുടെ മഗ്ന എന്നറിയപ്പെട്ടിരുന്ന പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. 1865 പണ്ടാരപ്പാട്ട വിളംബരം. പിന്നീട് 1866 എന്താണ് ഇദ്ദേഹത്തിന് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ പട്ടം ലഭിക്കുന്നുണ്ട്. മഹാരാജ പട്ടം ലഭിച്ച ആദ്യത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്നു ആയില്യം തിരുനാൾ എന്ന് പറയുന്നത്. അതുപോലെ 1877 പുനലൂർ തൂക്കുപാലം പണികഴിപ്പിച്ചു. പിന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് 1869 പണികഴിപ്പിച്ചതും ഇദ്ദേഹമാണ്. അതുപോലെ നക്ഷത്ര ബംഗ്ലാവ്, അതുപോലെ ലാറ്റക്സ്, ശംഖുമുഖം കൊട്ടാരം, അങ്ങനെ കുറേ നിർമ്മിതികൾ ഇദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സദസ്യരായിരുന്നു, പ്രധാനപ്പെട്ട സദസ്യരെന്ന് പറയുന്നത് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ, AR രാജരാജവർമ്മ, രാജാ രവിവർമ്മ എന്നിവരായിരുന്നു. പ്രധാനപ്പെട്ട ദിവാൻ എന്ന് പറയുന്നത് T മാധവറാവു ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണേ. ഓക്കെ, ബൈ.